Welcome to Manifold Institute of Technical Education. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ഡിഫറെന്റ് വേവ് ഫോംസ്. പലതരത്തിലുള്ള വേവ് ഫോംസ് നമ്മൾ ഫെമിലിയർ ആണ്. അതിലൊന്നാണ് സിനുസോയിഡൽ വേവ് ഫോം, വേറെ ഹാഫ് വേവ് റെക്ടിഫൈഡ് സിഗ്നൽ, ഫുൾ വേവ് റെക്ടിഫൈഡ് സിഗ്നൽ, ട്രയാങ്കുലർ വേവ്, പൾസ് വേവ് ഫോം, സ്ക്വയർ വേവ് ഫോം, ഇങ്ങനെ ഡിഫറെൻറ്റ് വേവ് ഫോംസിൻ്റെ പാരാമീറ്റേഴ്സ്. ഇവിടെ പാരാമീറ്റേഴ്സ് കൊണ്ട് ആവറേജ് വാല്യൂ, r.m.s വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇത്തരം ക്വാണ്ടിറ്റീസ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളത്തെ ഇന്നത്തെ ഡിസ്കഷൻ. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റഡ് വേർഷൻ, അതുപോലെ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് വേവ് ഫോംസ്, ഇതിൻ്റെ എല്ലാം നമുക്ക് പാരാമീറ്റേഴ്സ്, ആവറേജ് വാല്യൂ, r.m.s വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ തുടങ്ങിയ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് നേരെ പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ടാണ്. നമുക്കറിയാം ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം. അപ്പോൾ റെക്ടിഫയറിന്റെ ഇൻപുട്ട് AC ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഹാഫ് സൈക്കിൾസ് മാത്രം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത്, വേവ് ഫോം നമുക്ക് മാത്തമാറ്റിക്കലി ഇതിന്റെ വേവ് ഫോം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? V is equal to Vm sin omega t. ഇതാണ് ഈ വേവ് ഫോമിന്റെ വാല്യൂ when 0 less than omega t less than pi and 0 when omega t is in the range pi to 2pi. pi മുതൽ 2pi വരെയുള്ള റേഞ്ചിൽ ഇതിന്റെ വാല്യൂ 0 ആണ്, കാരണം ഈ ഒരു ഭാഗത്ത് വാല്യൂ 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് ഫോമിന്റെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് ആവറേജ് വാല്യൂ വളരെ ഈസി ആയിട്ട് കാണാം. VAV എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ കാണാൻ ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് ഇവിടെ പീരീഡ് ആയിട്ട് വരുന്നത്. പീരീഡ് ഈക്വൽ ടു 2pi. 2pi ആണ് പീരീഡ് വരുന്നത്. 2pi പീരീഡിന് ശേഷമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പീരീഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ വേവ് ഫോം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഓവർ എ പീരീഡ്. ഒരു പീരീഡിൽ നമ്മൾ എടുക്കാം. പീരീഡ് ഡിവൈഡഡ് ബൈ പീരീഡ്. പീരീഡ് ഇവിടെ 2pi ആണ്. ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡഡ് ഭാഗമാണ് അതിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഷെയ്ഡഡ് ഭാഗം ഇന്റഗ്രൽ 0 to pi Vm sin omega t d omega t എന്നുള്ള ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് കാണാം. പീരീഡ് എന്ന് പറയുന്നത് pi ആണ്. നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Vm by pi sin omega t യുടെ ഇന്റഗ്രൽ മൈനസ് കോസ് omega t, ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 to pi. അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത് പൈ എന്നുള്ള വാല്യൂ, ലോവർ ലിമിറ്റ് 0 എന്നുള്ള വാല്യൂ ആണ്. Vm by pi, ആദ്യത്തെ ടേം മൈനസ് കോസ് പൈ പ്ലസ് കോസ് 0. സോ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് പൈയുടെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക -1 ആണ്. കോസ് 0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ Vm by pi minus of -1 plus 1 and that is equal to 2 Vm by ഇവിടെ Vm by ഇവിടെ 2pi അല്ല വരുന്നത്. 2pi പീരിയഡ് 2pi ആണ്. അതുകൊണ്ട് 2pi കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 2 Vm by 2pi ഇവിടെ ക്യാൻസൽ ആയി പോകും. Vm by pi എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ Vm by pi is the average value of half wave rectifier output. Okay, and this is equal to half the average value of sinusoidal AC. ഇനി നമുക്ക് ഇതിന്റെ r.m.s വാല്യൂ ആണ് കാണേണ്ടത്. r.m.s വാല്യൂ r.m.s കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ആൻഡ് സ്ക്വയർഡ് ഫംഗ്ഷൻ. So squared function under area under V square over a period divided by 2pi. Squared value is the average value കണ്ടിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ അണ്ടർ V square over a period divided by 2pi. ഇവിടെ നമുക്ക് ഒരു പീരിയഡ് എന്ന് പറയുമ്പോൾ 0 to 2pi റേഞ്ച് ആണ് ഒരു പീരിയഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, പീരിയഡ് ഈക്വൽ ടു 2pi. പക്ഷേ ഈ ഫംഗ്ഷന്റെ വാല്യൂ ഈ ഒരു റേഞ്ചിൽ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ r.m.s വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to pi v സ്ക്വയർ d omega t by 2pi എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സോ Vm സ്ക്വയർ by 2pi ഇൻറ്റു സൈൻ സ്ക്വയറിനെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ 1 minus cos 2 omega t എന്നുള്ള ഫോർമുല എഴുതാം. ഡിവൈഡ് ബൈ 2. ഇതിന്റെ ഇന്റഗ്രൽ 0 to pi റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, d omega t and its value is Vm square by 2pi into ഇത് നമുക്ക് കിട്ടുന്നത് 5/2 എന്നുള്ള വാല്യൂ ആണ്.
So finally നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് Vm/2 എന്നുള്ള വാല്യൂ ആണ്. നമ്മൾ സിനുസോയിഡൽ എ സിയുടെ RMS വാല്യൂ Vm/√2 ആണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ടിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് Vm/2 ആണ്. സോ Vrms ഈക്വൽ ടു Vm/2. ഓർത്തിരിക്കുക, Vm/2 എന്ന് പറയുന്നതാണ് ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ടിന്റെ RMS വാല്യൂ. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഫോം ഫാക്ടർ അതുപോലെ പീക്ക് ഫാക്ടർ, ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ആദ്യം ഫോം ഫാക്ടർ. സോ ഫോം ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോം ഫാക്ടർ എങ്ങനെ ഫോം ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നത്? Kf ഈക്വൽ ടു Vrms, റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. RMS വാല്യൂ ഇൻ ദിസ് കേസ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ RMS വാല്യൂ Vrms ഈക്വൽ ടു Vm/2 and average value equal to Vm/pi. Okay, then the value substitute here. Vrms is different color edukam, Vm/2 divided by Vm/pi. Then the value namukku kittunnathu 0.5 divided by Vm/2 എന്ന് പറയുമ്പോൾ 0.5 Vm divided by 0.318 equal to 1.57. So 1.57 എന്നുള്ള വാല്യൂ ആണ് ഫോം ഫാക്ടർ ആയിട്ട് വരുന്നത്. അടുത്തത് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ Vm/Vrms. So ratio of peak value or maximum value to RMS value is the peak factor or crest factor. So അതിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കാണാം. Vm divided by Vrms is Vm/2 and its value equal to 2. Okay, so form factor value is Kf equal to 1.57 and peak factor for half wave rectifier output is 2. ഓർത്തിരിക്കേണ്ട രണ്ട് വാല്യൂസ് ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിന്റെ ആവറേജ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ, ഈ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പീരിയഡ് നോക്കാം. പീരിയഡിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, അത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. പീരിയഡ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്, കാരണം ഇതിന് ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യാണ്. നോക്കൂ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2π പീരിയഡ് മാറിയിട്ട് π ആയിട്ട് മാറി. സോ പീരിയഡ് ഈക്വൽ ടു π, പീരിയഡ് π ആണ്. നമുക്ക് ആദ്യം തന്നെ വേവ് ഫോമിന്റെ ഇക്വേഷൻ എഴുതാം. ഓവർ 1 പീരിയഡ് വേവ് ഫോം V is equal to Vm sin omega t. Omega t is in the range 0 to pi and period equal to pi. Period is pi. So Vr average value. ആദ്യം നമുക്ക് average value കാണാം. Average value define ചെയ്യുന്നത് area under V over a period divided by period. ഇവിടെ ഈ കേസിൽ ഏരിയ എത്ര വരുന്നത്? 0 to pi Vm sin omega t d omega t divided by period is pi. So Vm/pi into sin ന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 എന്നുള്ള വാല്യൂ ആണ്. നമ്മളിത് വീണ്ടും സെയിം വാല്യൂ ആണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2 Vm/pi, അതായത് എ സിയുടെ ആവറേജ് വാല്യൂ തന്നെയാണ് 2 Vm/pi ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ വരുന്നത് 0.637 Vm എന്നുള്ള വാല്യൂ, 0.637 Vm. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ RMS വാല്യൂ ആണ്. സോ Vrms is defined as area under V square divided by period, ഈ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ റൂട്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കാണാം. പീരിയഡ് ഇവിടെ പൈ ആണ്. 0 to pi Vm square sin omega t square d omega t. അതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കാണുന്നു. സോ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ടിനകത്ത് എത്ര വരുന്നത്? Vm square by pi sin square omega ടിയുടെ ഇന്റഗ്രൽ 0 to pi എന്നുള്ള റേഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് pi/2 എന്നുള്ള വാല്യൂ ആണ്. പൈ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് RMS value is equal to Vm/√2 and that is equal to 0.707 Vm. അപ്പോൾ നമുക്ക് ഈ കേസിൽ Vrms
വരുന്നത് എ സിയുടെ സെയിം വാല്യൂ തന്നെയാണ് ഫുൾ വേവ് റെക്ടിഫൈഡ് സിഗ്നലിന്റെ കേസിലും വരുന്നത്. VRMS ഈക്വൽ ടു 0.707 VM. ഇനി നമ്മളിതിന്റെ ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിന്റെ ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഫോം ഫാക്ടർ എന്താണ് ഫോർമുല? ഫോം ഫാക്ടർ KF ഈക്വൽ ടു VRMS by V average value. RMS value is equal to VM by √2 divided by V2 VM by pi. ഇതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോം ഫാക്ടർ ഫോർ AC is equal to 1.11 and peak factor KP is defined as VM by VRMS. That is VM divided by VM by √2. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് √2 വാല്യൂ ആണ് 1.414. ഇപ്പോൾ ഇത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള എ സി ആണെങ്കിൽ, ഇൻവേർട്ടഡ് എ സി വരുന്ന കണ്ടീഷനിൽ നമുക്ക് അതിന്റെ വേവ് ഫോം ഈ രീതിയിലാണ് വേവ് ഫോം വരിക. ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആവറേജ് വാല്യൂ V average will be equal to -2 VM by pi എന്നുള്ള വാല്യൂ ആയിരിക്കും. VRMS എന്ന് പറയുന്നത് -VM by √2 ആയിരിക്കും. ഫോം ഫാക്ടർ KF ഈക്വൽ ടു 1.11 തന്നെ. KP എന്ന് പറയുന്നത് 1.414 എന്നുള്ള വാല്യൂ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. KFും KPയും മാറ്റമൊന്നുമില്ല. പക്ഷേ ആവറേജ് വാല്യൂ RMS വാല്യൂ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഇതാണ് ഇൻവേർഷൻ വരുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഡിഫറെന്റ് പൊളാരിറ്റി വരുന്ന വേവ് ഫോം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം തന്നെ അപ്ലൈ ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. ആദ്യം നമ്മൾ ആവറേജ് വാല്യൂ കാണുന്നു, പിന്നെ RMS വാല്യൂ കാണുന്നു, അതിനുശേഷം ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ക്വയർ വേവിന്റെ കേസാണ്. സ്ക്വയർ വേവിന്റെ കേസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്വയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് +A ആണ് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ, നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് -A ആണ്. അതായത് ഇതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള സ്ക്വയർ വേവ് ആണ്. ഈ കേസിൽ നമുക്ക് സ്ക്വയർ വേവിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യമായിട്ട് എഴുതാം. സ്ക്വയർ വേവിന്റെ വാല്യൂ V of t equal to A when t is in the range 0 to t/2. അതായത് ഹാഫ് പീരിയഡ് വരെ. ഇതാണ് ഇതിന്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് T ആണ്. പീരിയഡ് വരുന്നത് ഹാഫ് പീരിയഡ് എന്ന് പറയുമ്പോൾ t/2 റേഞ്ചിൽ. t/2 റേഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് A ആണ് V of t, -A ആണ് t/2 മുതൽ t വരെ അതിന്റെ വാല്യൂ -A ആണ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതിന് ആവറേജ് വാല്യൂ ഒക്കെ വളരെ ഈസി ആയിട്ട് കാണാം. നമുക്ക് ആദ്യം ആവറേജ് വാല്യൂ കാണാം. ആവറേജ് വാല്യൂ, what is average value? VAV, it is area under this voltage waveform V divided by period. ഇവിടെ പീരിയഡ് എന്ന് പറയുന്നത് പീരിയഡ് ഈക്വൽ ടു T. നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. നമുക്കറിയാം ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ഏരിയ എത്രയാണ്, അത്ര തന്നെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നത്, പക്ഷെ നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഓവർ 1 പീരിയഡ് ആവറേജ് വാല്യൂ ഈക്വൽ ടു 0. VAV ഈക്വൽ ടു 0 ഓവർ എ പീരിയഡ്. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് പീരിയഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫോർ ഹാഫ് പീരിയഡ് ആവറേജ് വാല്യൂ VAV ഈക്വൽ ടു ഹാഫ് പീരിയഡിന്റെ കേസിൽ ഏരിയ അണ്ടർ V ഓവർ ഹാഫ് പീരിയഡ്. t/2 വരെയുള്ള ആ റേഞ്ചിലുള്ള ഏരിയ എത്രയാണ് വരുന്നത്? A into t/2. നമുക്ക് ഒരു സ്ക്വയർ ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ്, അതുകൊണ്ട് അതിന്റെ ഏരിയ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം. A into t/2 divided by t/2, ഡ്യൂറേഷൻ t/2 ആണ്. സോ ആവറേജ് വാല്യൂ ഇസ് ഒബ്റ്റെയിൻഡ് ആസ് A. സോ ഫസ്റ്റ് ഒരു റിസൾട്ട് ആണ് VAV ഈക്വൽ ടു A എന്ന് പറയുന്നത് റിസൾട്ടാണ്. ആവറേജ് വാല്യൂ ഈക്വൽ ടു A. ഇനി നമുക്കിതിന്റെ RMS വാല്യൂ ആണ് കാണുന്നത്. RMS വാല്യൂയിലേക്ക് വരുമ്പോൾ again നമ്മൾ പീരിയഡ് എടുക്കുന്നത് T ഡ്യൂറേഷൻ ആണ്. ഹാഫ് പീരിയഡ് t/2 ഡ്യൂറേഷനിൽ ഇതിന്റെ വാല്യൂ -A ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആവറേജ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. RMS വാല്യൂ കാണാം. VRMS ഈക്വൽ ടു ഏരിയ സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ അണ്ടർ V സ്ക്വയർ ഓവർ 1 പീരിയഡ് ഡിവൈഡ് ബൈ പീരിയഡ്. ഓവർ 1 പീരിയഡ് നമുക്കറിയാം ഈ ഏരിയ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. സോ A സ്ക്വയറിന് ഇന്റഗ്രൽ 0 to t എന്നുള്ള റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ബൈ t, അതിന്റെ സ്ക്വയർ റൂട്ട് ആണ്.
and this is equal to a square by t into limit of apply ചെയ്ത് കഴിഞ്ഞാൽ integration ചെയ്ത് കഴിഞ്ഞാൽ result t എന്നാണ് കിട്ടുന്നത്. t ക്ക് നമുക്ക് limit apply ചെയ്യാം 0 to t. okay, so a square by t into t, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് a square root of a square, that is equal to 8. so rms value, ഈ rms equal to a, ഈ rms value a ക്ക് equal ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഫോം ഫാക്ടർ എത്രയാണ് വരുന്നത്? ഫോം ഫാക്ടർ kf equal to vrms by v average value, a by a equal to 1. and peak factor kp യുടെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? kp equal to vm maximum value by rms value equal to va by a, in a by a equal to 1. so form factor ഉം peak factor ഉം 1 ആണ് നമുക്ക് സ്ക്വയർ വേവിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് സ്ക്വയർ വേവ് ഫോമിന്. ആവറേജ് വാല്യൂയും RMS വാല്യൂ എല്ലാം തന്നെ എക്ക് ഈക്വൽ ആണ്. അത് തന്നെയാണ് പീക്ക് വാല്യൂ. അതുകൊണ്ട് തന്നെ RMS വാല്യൂ ഈക്വൽ ടു RMS വാല്യൂ, ഫോം ഫാക്ടർ ഈക്വൽ ടു 1 ആൻഡ് പീക്ക് ഫാക്ടർ KP. പീക്ക് ഫാക്ടർ KP ആണ്. KP യുടെ വാല്യൂ VM by VRMS ഈക്വൽ ടു 1 ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കുലർ വേവിന്റെ കേസാണ്. ഈ ട്രയാങ്കുലർ വേവിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ വേവ് ഫോം ആവറേജ് വാല്യൂ അതുപോലെ RMS വാല്യൂ ആണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ വേവ് ഫോമിന്റെ ഫംഗ്ഷൻ നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യാം. ഇത് വേവ് ഫോം, നമുക്ക് ഇതിന്റെ വേവ് ഫോമിന്റെ ഒരു പീരിയഡ് ഇവിടെ നമുക്ക് ടി എന്ന് പറയുന്ന പീരിയഡ് ഇത്രയാണ് വരുന്നത്. ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ t/2 പീരിയഡിലുള്ള വേവ് ഫോമിന്റെ ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എന്നാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇതിന് സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ വേവ് ഫോമിന്റെ ഓവർ ഹാഫ് പീരിയഡ് മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ക്വാർട്ടർ പീരിയഡ് മാത്രം നമുക്ക് അറിഞ്ഞാലും മതി. അപ്പോൾ ഈ ഒരു കേസിൽ 4a/t into t for 0 less than t/4 equal to 4a/t into t minus t/2 when t is in the range t/4 to t/2. ഇതാണ് ഈ വേവ് ഫോമിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് ഈ ഒരു പോർഷന്റെ ഇക്വേഷൻ ആണ് ആദ്യം നമ്മൾ എഴുതിയത്, ഫസ്റ്റ് ഇക്വേഷൻ. പിന്നീട് എഴുതിയത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഇതിന് പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ലോപ്പ് 4a/t എന്നാണ് വരുന്നത്. ഇത് t/4 ആണ്. ഇത് a ആംപ്ലിറ്റ്യൂഡ് വരുന്നതിന് സ്ലോപ്പ് എന്നത് 4a/t. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലെ സ്ലോപ്പ് -4a/t ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് രണ്ടും എഴുതി. ഇനി നമുക്ക് കാണുന്നത് ഇതിന്റെ ആവറേജ് വാല്യൂയിലേക്ക് വരുമ്പോൾ ആവറേജ് വാല്യൂ വളരെ ഈസി ആയിട്ട് കാണാം. ആവറേജ് വാല്യൂ നമ്മൾ കാണുന്നത് ഓവർ 1 പീരിയഡ് ആണ്. VAV equal to 0 over a period. കാരണം over a period average value is 0 because these two areas will be equal but opposite side. പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരുന്നത്. ഓവർ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ഓവർ 1 പീരിയഡ് ആവറേജ് വാല്യൂ ഈക്വൽ ടു 0. ഇനി നമ്മൾ കാണുന്നത് ആവറേജ് വാല്യൂ ഓവർ ഹാഫ് പീരിയഡ് VAV, ഹാഫ് പീരിയഡിൽ എത്രയാണ് വരുന്നത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഏരിയയെ അതിന്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഏരിയ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ t/2 ആണ്. t/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് a ആംപ്ലിറ്റ്യൂഡ് ആണ് വരുന്നത് ഡിവൈഡ് ബൈ t/2 ഈക്വൽ ടു a/2 ആണ് ആവറേജ് വാല്യൂ വരുന്നത്. ആവറേജ് വോൾട്ടേജ് ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ 2. ഇനി നമ്മളിവിടെ RMS വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. RMS വാല്യൂ VRMS ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഏരിയ അണ്ടർ V സ്ക്വയർ ബൈ പീരിയഡ് അല്ലേ? പീരിയഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ പീരിയഡ് ഒരു കംപ്ലീറ്റ് പീരിയഡിൽ കാണുന്നതിന് പകരം നമുക്ക് ഇതിന്റെ സിമെട്രി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് വരുന്ന ഈ ഭാഗത്ത് ഇതിന്റെ സ്ക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇത്രയും ഭാഗത്ത് വരുന്ന ഏരിയ എത്രയാണ്? അതിന്റെ 4 ടൈംസ് ആണ് ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ t/2 ഡ്യൂറേഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. t/2 അല്ല t/4 ഡ്യൂറേഷനിൽ ആ ഒരു ഡ്യൂറേഷനിൽ ഇതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് 0 to t/4. നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4a/t into t. ഇതാണ് ഒരു ക്വാർട്ടർ ഡ്യൂറേഷനിൽ, ഒരു പീരിയഡിന്റെ ക്വാർട്ടർ ഡ്യൂറേഷനിൽ വരുന്ന സ്ക്വയർഡ് വേരിന്റെ ഏരിയ.
ഡിവൈഡ് ബൈ അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t/4 ആണ്. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര വരുന്നത് 4 × 16 64 a² / ഇനി ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ t³/3 ആണ്. 0 to t/4 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4�3 എന്നുള്ള വാല്യൂ 64 ആയിട്ട് ക്യാൻസൽ ചെയ്യുന്ന t³ ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് കിട്ടുന്നത് a/√3 എന്നുള്ള വാല്യൂ. a/√3 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വാല്യൂ ആണ് ഇതിന്റെ r.m.s വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് r.m.s വാല്യൂ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. ആദ്യം നമുക്ക് ഫോം ഫാക്ടർ ഡിഫൈൻ ചെയ്യാം. ഫോം ഫാക്ടർ kf equal to v.r.m.s by v.average and that is equal to value നമുക്ക് കണ്ടുപിടിക്കാം. average value r.m.s value equal to a/√3 divided by 1/2 a. average value is a/2 equal to 2/√3. ഇതിന്റെ വാല്യൂ വരുന്നത് 1.155 എന്നുള്ള വാല്യൂ ആണ്. 1.155 ആണ് ഫോം ഫാക്ടർ ഓഫ് ട്രയാങ്കുലർ വേവ്. ഇനി നമ്മൾ കാണുന്നത് പീക്ക് ഫാക്ടർ ആണ്. പീക്ക് ഫാക്ടർ kp equal to vm/v.r.m.s. vm/v.r.m.s. vm എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. that is equal to a divided by v.r.m.s is a/√3 which is equal to √3 എന്നുള്ള വാല്യൂ ആണ്. 1.732 എന്നുള്ള വാല്യൂ ആണ് ഇതിന്റെ പീക്ക് ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ട്രയാങ്കുലർ വേവിന്റെ കേസിൽ നമ്മൾ r.m.s വാല്യൂ ആവറേജ് വാല്യൂ കാണാൻ ഇതിനെ ഒരു പീരീഡ് എടുക്കുന്നതിന് പകരം ക്വാർട്ടർ പീരീഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. r.m.s വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് kf അതുപോലെ തന്നെ kp പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും കണ്ടുപിടിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസ് വേവ് ഫോം ആണ്. പൾസ് വേവ് ഫോം എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈ വാല്യൂ വരുന്ന ഓൺ ടൈം ആൻഡ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ കാണാം. ഇത് നമുക്ക് പൾസ് വേവ് ഫോമിന്റെ കേസിൽ ഓൺ ടൈം t ഓൺ ആയിട്ട് എടുക്കാം ആൻഡ് ദാറ്റ് ഈസ് denoted as tau and total time period is equal to t on plus t off. ഓക്കെ, അപ്പൊ ഇത്രയും ഡ്യൂറേഷൻ ആണ് t on, ഇത്ര ഡ്യൂറേഷൻ ആണ് അതിന്റെ ടോട്ടൽ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്. സോ പീരിയഡ് in this case equal to t on plus t off. ഓക്കെ, t on ടൈം എന്ന് പറയുന്നത് ടോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. t on is taken as tau. Then duty cycle of a pulse waveform t is equal to t on divided by total period t on plus t off and t on is tau by t. ഇതാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ആവറേജ് വാല്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. ആവറേജ് വാല്യൂ is equal to area. VAV equal to area divided by period. ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്താണ് ഇതിന്റെ ഒരു പീരീഡിൽ വരുന്ന ഏരിയ വരും. അപ്പൊ അത്രയും ഏരിയ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് t on into അല്ലെങ്കിൽ tau into t on into ബേസ് എന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് a ആണ്, ആംപ്ലിറ്റ്യൂഡ് വരുന്നത് a divided by t and that is equal to a into t on by t a into duty cycle d. ഡ്യൂട്ടി സൈക്കിൾ d ആയിട്ട് എടുക്കുകയാണെങ്കിൽ a into d ആണ് ആവറേജ് വാല്യൂ ആയിട്ട് മാറുന്നത്. ഇനി ഇതിന്റെ r.m.s വാല്യൂ നമുക്ക് നോക്കാം. r.m.s വാല്യൂ നോക്കുമ്പോൾ ഇതിന്റെ വേവ് ഫോം നമുക്ക് r.m.s വാല്യൂയുടെ ഡെഫിനിഷനിലേക്ക് പോകാം. v.r.m.s equal to square root of area under v square over 1 period divided by period. ഇവിടെ നമുക്ക് ഏരിയ ഓഫ് വി സ്ക്വയർ പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർഡ് വാല്യൂ ആണ് വരുന്നത്. അതിന് ഓവർ 1 പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to tau a squared dt divided by period t. ഈ വാല്യൂയുടെ സ്ക്വയർ റൂട്ട് ആണ്. സോ a squared by t into tau എന്നാണ് കിട്ടുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ട് a into root of tau by t equal to a into d. ഡ്യൂട്ടി സൈക്കിൾ ആണ് d, റൂട്ട് d ആണ് വരുന്നത്.
എ ഇൻറ്റു റൂട്ട് ഡി. ഇനി നമുക്ക് RMS വാല്യൂ, ആവറേജ് വാല്യൂ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. നമുക്കതിൻ്റെ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും കാണാം. ആദ്യം ഫോം ഫാക്ടർ. സോ ഫോം ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ഫോം ഫാക്ടർ KF V.r.m.s by V average. വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ നോക്കാം. എത്രയാണ്? V.r.m.s വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു റൂട്ട് ഡി ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ A ഇൻറ്റു ഡി. A ക്യാൻസൽ ചെയ്ത് 1 ബൈ റൂട്ട് ഡി എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 1 ബൈ റൂട്ട് ഡി എന്നുള്ള വാല്യൂ ആണ് അതിൻ്റെ ഫോം ഫാക്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് പീക്ക് ഫാക്ടർ. Peak factor KP is defined as VM by V.r.m.s. VM by V.r.m.s, and that is equal to A divided by A into root D equal to 1 by root D. രണ്ട് വാല്യൂം സെയിം ആണ്. ഫോം ഫാക്ടർ ഈക്വൽ ടു 1 by root D. പീക്ക് ഫാക്ടർ is also equal to 1 by root D. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.